പോലെ കണ്ണൂർ ആലക്കോട് മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് പൂജാരി ക്ഷേത്രത്തിൽ കുടുങ്ങിപ്പോയിട്ടുണ്ട്. മണക്കടവ് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പൂജാരിയാണ് ക്ഷേത്രത്തിൽ അകപ്പെട്ടത്. അതേപോലെ മുക്കടപ്പാലത്തിന് സമീപത്തും ഒരാൾ കുടുങ്ങിക്കിടക്കുന്നു എന്ന് വിവരമുണ്ട്. നിഖിൽ വിവരങ്ങളുമായി ചേർന്നു. നിഖിലെ, ദേഹത്തെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ? അതിനൊപ്പം തന്നെ കാണാതായ ആളിനെ തിരക്കിയുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? സ്വാതി, ഏതായാലും ഇപ്പോൾ ഈ ഫയർഫോഴ്സിന്റെ സംഘം പ്രദേശത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഫയർഫോഴ്സിന്റെ സംഘം അങ്ങോട്ട് പുറപ്പെട്ടു. പക്ഷേ ഈ വെള്ളം വലിയ രീതിയിൽ കുത്തി ഒഴുകി എത്തിയത് കൊണ്ട് തന്നെ അങ്ങോട്ട് പോകുന്നത് അത്ര എളുപ്പമല്ല, വലിയ പ്രയാസമാണ് എന്നതാണ് പ്രദേശവാസികളായ ആളുകളോട് ഫോണിലും മറ്റും സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മണക്കടവ് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പൂജാരി ക്ഷേത്ര പൂജകൾക്കായി സാധാരണ പോകുന്നത് പോലെ പോയതായിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് പൊടുന്നനെ വെള്ളം ഇത്തരത്തിൽ ഇരച്ചെത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടുകൂടി അവിടെ കുടുങ്ങിപ്പോവുകയായിരുന്നു. സമാനമായ രീതിയിൽ മുക്കട പാലത്തിന് സമീപവും ഒരാൾ കുടുങ്ങിക്കിടക്കുന്നു എന്നൊരു വിവരം കിട്ടുന്നുണ്ട്. അവിടെയും ഫയർഫോഴ്സിന്റെ സംവിധാനങ്ങളോടുകൂടി മാത്രം എത്തിയാലേ അദ്ദേഹത്തെ പുറത്തെത്തിക്കാൻ കഴിയൂ എന്നാണ് പ്രാദേശികമായുള്ള ആളുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ അറിയുന്നതനുസരിച്ച് ആലക്കോട് താളിപ്പാറ എന്ന് പറയുന്ന മേഖലയിൽ ഉരുൾപൊട്ടലുണ്ടായി. ഉദയഗിരി പഞ്ചായത്തിലെ ഭാഗമാണെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അവിടെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായതായാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചില ദൃശ്യങ്ങളൊക്കെ അതിൻ്റെതായി പുറത്തു വന്നിട്ടുമുണ്ട്, വെള്ളം കുത്തിയൊഴുകുന്ന ദൃശ്യങ്ങൾ. താളിപ്പാറ ഭാഗത്തും ഇത്തരത്തിൽ 2 പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെ ഈ 4ഓളം ആളുകൾ വിവിധ ഇടങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്നു ആലക്കോട് ഉദയഗിരി മേഖലയിൽ എന്നുള്ളതാണ്. ഉരുൾപൊട്ടൽ ഉണ്ടായി എന്ന ഒരു സംശയം തന്നെയാണ് ആ പ്രദേശത്ത് നിന്ന് വരുന്നത്. സേതു.